Hi students, welcome back to our class. Today we are starting with our second module. The topic of the second module is theories of inflation and employment. Okay, today the first topic that we are discussing is the Keynesian approach to inflation. So what is the Keynesian approach to inflation? Let's go through that. Keynes and his followers emphasize the increase in aggregate demand as a source of inflation, and this inflation is called demand pull inflation. കെയ്ൻസും കെയ്ൻസിനെ അനുകൂലിക്കുന്നവരും മുന്നോട്ട് വെച്ച് എംഫസൈസ് ചെയ്ത ഒരു കാര്യം എന്താണ്? ഇൻഫ്ലേഷന് കാരണമാകുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ്, അഥവാ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ വർധനവാണ് എന്തിന് കാരണമാകുന്നത്? ഇൻഫ്ലേഷന് കാരണമാകുന്നത്. ഈ ഇൻഫ്ലേഷൻ അവർ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഓക്കെ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഗ്രാജുവേഷനിൽ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചതാണ്. ദർ മേ ബി മോർ ദാൻ വൺ സോഴ്സ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിന് ഒരുപാട് സോഴ്സുകളുണ്ട്, നോട്ട് ജസ്റ്റ് വൺ സോഴ്സ്. വാട്ട് ആർ ദേ? കൺസ്യൂമേഴ്സ് വാണ്ട് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ കൺസംഷൻ പർപ്പസ്. വൺ. ദ നെക്സ്റ്റ് വൺ, ബിസിനസ്മെൻ വാണ്ട് മോർ ഇൻപുട്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. The third, government demands more goods and service to meet civil and military requirements of the country. Thus, the aggregate demand comprises consumption, investment and expenditure. ഇത് നമ്മൾ കെയ്ൻസിൻ്റെ ബേസിക് കെയ്നീഷ്യൻ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഏത്? കെയ്ൻസിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കുറിച്ചും അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പണൻസിനെ കുറിച്ചും, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. When the value of aggregate demand exceeds the value of aggregate supply at the full employment level, the inflationary gap arises. Where does the inflationary gap arises? When the aggregate demand exceeds the value of aggregate supply at the full employment. Full employment ഉള്ള ഒരു അവസ്ഥയിൽ അഗ്രിഗേറ്റ് സപ്ലൈയേക്കാൾ കൂടുതൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇൻഫ്ലേഷണറി ഗ്യാപ്പ് സംഭവിക്കുന്നത്. ഓക്കെ, ഇതിൽ കാണുന്ന ഗ്രാഫ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ ഗ്രാജുവേഷനിൽ പഠിച്ച ഗ്രാഫാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഗ്രാഫാണ്. എന്ത്? ദ ലാർജർ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ, ദ മോർ റാപ്പിഡ് ദ ഇൻഫ്ലേഷൻ. അല്ലേ? അഗ്രിഗേറ്റ് സപ്ലൈയും അഗ്രിഗേറ്റ് ഡിമാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് വർദ്ധിക്കുന്നതോടുകൂടി ഗ്യാപ്പ് വർദ്ധിക്കുമ്പോഴാണ് അതിനനുസരിച്ചാണ് എന്ത്? ഇൻഫ്ലേഷനിൽ വർധനമുണ്ടാകുന്നത്. Given a constant average propensity to save, rising money income at the full employment level would lead to an excess of aggregate demand over aggregate supply and to a consequent inflationary gap. നമുക്കിപ്പോൾ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻകമിൽ ഉണ്ടാകുന്ന വർധനവ് എന്തിലാണ്? അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനിൽ ഇൻകമിൽ വർധന ഉണ്ടാവുകയാണെങ്കിൽ അതെന്തിലേക്ക് നയിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുന്നതിലേക്ക് നയിക്കും. നേരെ മറിച്ച് എന്ത് സംഭവിക്കും? ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ there will not be an increase in supply. അതുകൊണ്ട് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്തിലേക്ക് നയിക്കും? ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. Thus, Keynes used the notion of inflationary gap to show an inflationary rise in price. അപ്പോൾ കെയ്ൻസ് മുന്നോട്ട് വെച്ചെന്താണ്? ഇൻഫ്ലേഷണറി ഗ്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഇൻഫ്ലേഷണറി റൈസ് ഇൻ പ്രൈസ്, വിലയിൽ മാറ്റം, വർധനവ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഗ്രാഫിൽ നോക്കിയാൽ ഇൻഫ്ലേഷണറി ഗ്യാപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കുക. കാരണം ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ട് അതിന് ടൈം സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഈ ഗ്രാഫൊന്നും ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, ദ Keynesian theory of demand pull inflation is explained graphically in the figure A and B. ഈ ഫിഗർ നിങ്ങൾക്ക് കാണാമല്ലോ. മുകളിലെ പാർട്ടാണ് എ, താഴത്തെ പാർട്ടാണ് ബി. ഓക്കെ, ഈ രണ്ട് ഗ്രാഫിലൂടെയും കെയ്ൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. സപ്പോസ് ദ എക്കണോമി ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് ഇ where IS and LM curve intersect with full employment level YF and the interest rate as shown in the panel A of the figure. അപ്പോൾ ഇമേജിലെ പാർട്ട് എയിലേക്ക് നോക്കുക. പാർട്ട് എയിൽ എന്താണ്? IS LM കർവുകൾ എന്താണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എവിടെയാണ്? ഇ എന്ന പോയിന്റിലാണ്. അപ്പോൾ ഇ എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഇതെത്രയാണ്? എംപ്ലോയ്മെൻറ്റ് എത്രയാണ്? ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനിലാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ആർ. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ.
വൈ എഫ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻകം ലെവൽ. എംപ്ലോയ്മെൻറ്റ് ഫുള്ളായിരിക്കുമ്പോൾ ഇൻകം ലെവൽ എത്രയാണെന്നാണ് വൈ എഫ് കാണിക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ടു ദിസ് സിറ്റുവേഷൻ ദ പ്രൈസ് ലെവൽ ഈസ് പി ഇൻ പാനൽ ബി. ഇതിന് അനുസൃതമായിട്ട് പാനൽ ബി എന്താണ് മെഷർ ചെയ്യുന്നത്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെയും അഗ്രിഗേറ്റ് സപ്ലൈ കർവിൻ്റെയും ഇൻട്രാക്ഷനാണ് എന്ത്? പാർട്ട് ബി, ഗ്രാഫിൻ്റെ പാർട്ട് ബിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ സപ്ലൈ കർവിൻ്റെ ഷേപ്പ് നിങ്ങളൊന്ന് നോക്കണം. എന്താണ് അതിൽ വ്യത്യാസം എന്താണ്? ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുക? സപ്ലൈ കർവിൻ്റെ ഇൻഇലാസ്റ്റിക് പാർട്ടിലാണ്. നമ്മൾ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഒരു നിശ്ചിത ലെവലിന് ശേഷം അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്താകും? ഇൻഇലാസ്റ്റിക് ആകും. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വെർട്ടിക്കലി മുകളിലേക്ക് പോകുന്ന ഒരു കർവായിട്ട് മാറും. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിലാണെങ്കിൽ പ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുന്നത്? ഇൻഇലാസ്റ്റിക് പാർട്ട് ഓഫ് സപ്ലൈ കർവിന്മേലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് സപ്ലൈ കർവ് എന്താണ് ആദ്യം ഇൻക്രീസ്, അതായത് സപ്ലൈ കർവും എന്താണ് അപ്വേർഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് തുടർന്നത് മുകളിലേക്ക് ഇൻഇലാസ്റ്റിക് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അത് ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ടു ദിസ് സിറ്റുവേഷൻ ദ പ്രൈസ് ലെവൽ ഈസ് പി ഇൻ പാനൽ ബി. പാനൽ ബിയിലെ ആ മുകളിലെ അതേ സിറ്റുവേഷൻ പാനൽ ബിയിലേക്ക് എടുത്താൽ അപ്പോൾ പ്രൈസ് ലെവൽ എത്രയാണ്? പി ആണ് പ്രൈസ് ലെവൽ. നൗ ദ ഗവൺമെൻറ് ഇൻക്രീസസ് ഇറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുകയാണ്. എന്ത് സംഭവിക്കും? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുന്നു. ദിസ് ഷിഫ്റ്റ് ദ ഐ എസ് കർവ് റൈറ്റ് വേർഡ് ടു IS1. സ്വാഭാവികമായിട്ടും ഐ എസ് കർവ് അഥവാ IS കർവ് എന്ത് ചെയ്യുന്നു? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. ആൻഡ് ഇൻഡെക്സ് ദ LM കർവ് അറ്റ് വെൻ ദ ലെവൽ ഓഫ് ഇൻകം ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ് റൈറ്റ് ടു Y1 ആൻഡ് R1 റെസ്പെക്റ്റീവ്ലി. എന്താണ് സംഭവിക്കുന്നത്? IS കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. LM കർവ് അതേ LM കർവിൽ വീണ്ടും E1 എന്ന പൊസിഷനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഇൻകം Y1 ആയിട്ട് വർദ്ധിക്കുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് R1 ആയിട്ട് വർദ്ധിക്കുന്നു. ഇത് ഗ്രാഫിൻ്റെ പാർട്ട് എയിൽ സംഭവിക്കുന്നത്. പാർട്ട് ബിയിൽ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ വർധനവ് എന്തിനെ നയിക്കും? ഇംപ്ലൈസ് ആൻ ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ വർദ്ധിക്കാൻ കാരണമാകും. വിച്ച് ഈസ് ഷോൺ ബൈ ദ അപ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൽ എന്ത് സംഭവിക്കും? ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഡിയിൽ നിന്ന് D1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഗ്രാഫിൻ്റെ പാർട്ട് ബി ലോവർ പാനലിൽ അത് സംഭവിക്കുന്നു. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തെന്ന് സംഭവിക്കുന്നു? ദിസ് ക്രിയേറ്റ്സ് എക്സസ് ഡിമാൻഡ്, അല്ലേ? എക്സസ് ഡിമാൻഡ് സംഭവിക്കുന്നു ടു ദ എക്സ്റ്റെൻറ്റ് E1 അറ്റ് ദ ഇനീഷ്യൽ പ്രൈസ് ലെവൽ. ഇനീഷ്യൽ പ്രൈസ് ലെവലിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസിൽ മാറ്റം ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്താണ് സംഭവിക്കുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിച്ചു, എന്താണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിച്ചു. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? എക്സസ് ഡിമാൻഡ് ഉണ്ടായി. എക്സസ് ഡിമാൻഡ് E to E1, അതായത് ഗ്രാഫിൻ്റെ പാർട്ട് ബിയിൽ പാനൽ ബിയിൽ നമുക്ക് നോക്കാം. എന്താണ്? D1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ E1 ആയിട്ട് റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. അപ്പോൾ E1 ആണ് എന്ത്? എക്സസ് ഡിമാൻഡ്. Excess demand tends to rise the price level as aggregate supply of output cannot be increased after the full employment. പൊതുവെ റൈസ് ഇൻ പ്രൈസ് എന്തിലേക്കാണ് നയിക്കുക? അഗ്രിഗേറ്റ് സപ്ലൈ വർദ്ധിപ്പിക്കാനാണ്. ഇവിടെ ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് സപ്ലൈ, ഞാൻ പറഞ്ഞു എന്ത്, ഇൻഇലാസ്റ്റിക് പാർട്ട് ഓഫ് അഗ്രിഗേറ്റ് സപ്ലൈയിലാണ് പ്രൊഡക്ഷൻ നൽകുന്നത്. അതുകൊണ്ട് സപ്ലൈ വർദ്ധിപ്പിക്കാൻ ഇനി സ്കോപ്പില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വർദ്ധിക്കുന്നു? പ്രൈസ് വർദ്ധിക്കുന്നു. ആസ് ദ പ്രൈസ് ലെവൽ റൈസസ് the real value of money supply falls. പ്രൈസ് ലെവൽ വർദ്ധിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? റിയൽ വാല്യൂ ഓഫ് മണി സപ്ലൈ ഡിക്രീസ്. മണി സപ്ലൈയുടെ റിയൽ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ മണി സപ്ലൈയുടെ റിയൽ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് എന്തിലേക്ക് നയിക്കും? LM കർവിനെ LM1 ആക്കി ലെഫ്റ്റ് സൈഡിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. LM കർവിനെ, കാരണം റിയൽ വാല്യൂ ഓഫ് മണി ഡിക്രീസ് ആയതുകൊണ്ട് തന്നെ. Okay, such that it cuts the IS curve at E2. The equilibrium is established at the full employment level of income YF, but at a higher interest rate R2 and a higher price level P1. എന്താണ് LM curve ഷിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്?
IS കർവ് IS1ഉം LM1ഉം കൂടി എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? E2 എന്ന പോയിന്റിലാണ്. അപ്പോൾ E2 എന്ന പോയിന്റിൽ ഇൻകം എന്താണ്? നോർമൽ പഴയ ഇൻകമിലേക്ക് വരുന്നു, ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഇൻകമിലേക്ക് തന്നെ വരുന്നു. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കുന്നു. മാത്രമല്ല അത് എന്തിന് കാരണമാകുന്നു? ഡിമാൻഡ് കർവ് വർദ്ധിച്ചത് കൊണ്ട് തന്നെ അതേ ഡിമാൻഡ് കർവിന്മേൽ തിരിച്ച് സപ്ലൈ കർവും ഡിമാൻഡ് കർവും ഇൻട്രാക്ട് ചെയ്യുന്ന E2 എന്ന പോയിന്റിലേക്ക് വരികയും പ്രൈസ് വർദ്ധിക്കുന്നു. നേരെ മറിച്ച് ഇൻകം എന്ത് ചെയ്യുന്നു? ഒരുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡിലുണ്ടായ വർധനവ്, അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൂലം ഡിമാൻഡിലുണ്ടായ വർധനവ് പ്രൈസ് വർദ്ധിപ്പിച്ചു. ഇൻകമിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല. ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലായതുകൊണ്ട് തന്നെ സപ്ലൈയിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ദസ് the excess demand caused by the rise in government expenditure eliminate itself by changes in the real value of money. അപ്പോൾ എക്സസ് ഡിമാൻഡ് എന്താണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൂലമുണ്ടായ എക്സസ് ഡിമാൻഡ് എന്താണ്? മണിയുടെ റിയൽ വാല്യൂവിലുണ്ടായ മാറ്റം മൂലം എക്സസ് ഡിമാൻഡ് തന്നെ ഇല്ലാതാവുകയും നേരെ മറിച്ച് എന്ത് മാത്രം ബാക്കിയായി? പ്രൈസിലുണ്ടായ വർധനവ് മാത്രം, ഇൻഫ്ലേഷൻ മാത്രം ബാക്കിയായി. അപ്പോൾ ഈ രീതിയിലാണ് കെയ്ൻസ് എന്ത് ചെയ്യുന്നത്? കെയ്ൻസ് മുന്നോട്ട് വെച്ച ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് എടുക്കുന്നത്. ടോപ്പിക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.